Hello, welcome to Market Discussion of the Day. Today, November 3rd, 2024, Tuesday ആണ് ഓക്കെ. സോ എല്ലാ ദിവസവും പോലെ നമുക്ക് ഫണ്ടമെൻ്റൽസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ഫണ്ടമെൻ്റൽ സൈഡിലോട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് ഉണ്ടെന്ന് വെച്ചാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് ഒന്നുമില്ല. പക്ഷേ 3 മണിക്ക് UK ടൈമിംഗ് 3 മണിക്ക്, ഇന്ത്യൻ ടൈമിംഗ് 8:30 മണിക്ക് ജോൾട്ട് ജോബ് ഓപ്പണിംഗ് വരുന്നുണ്ട്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നോൺ ഫാം പേറോളിൻ്റെ മുന്നേ ഉള്ള ജോബ് ഡേറ്റ് ആയതുകൊണ്ടിട്ട് തന്നെ അതിനകത്ത് ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളതാണ്. അത് മാത്രമല്ല, ആക്ച്വലും ഫോർകാസ്റ്റും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും മാർക്കറ്റ് നല്ല രീതിയിൽ ഉള്ളൊരു വോളറ്റാലിറ്റി ഉണ്ടാക്കുന്ന ഒരു ടൈമായിരിക്കും ആ ഒരു സമയം. ഓക്കെ, അപ്പം മാർക്കറ്റിൽ നിന്ന് ആ ഒരു സമയത്ത് ഇപ്പോൾ ഓൾറെഡി നിങ്ങൾ പ്രോഫിറ്റിലുള്ള ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു 2630 വന്നു കഴിഞ്ഞാൽ നമുക്ക് 2621 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് ഇട്ടുകൊണ്ട് ബൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ബൈ എടുത്തിട്ടുള്ള എല്ലാവരും തന്നെ ഇപ്പം പ്രോഫിറ്റിലാണ്. അപ്പോൾ ഓക്കെ, ഞാൻ അന്ന് നമ്മുടെ ടേക്ക് പ്രോഫിറ്റ് ഞാൻ ഒരു 60 അല്ലെങ്കിൽ 75 വരെയാണ് ടേക്ക് പ്രോഫിറ്റ് പറഞ്ഞത്. പക്ഷേ ഇങ്ങനൊരു ന്യൂസ് ഉണ്ടായത് കൊണ്ടിട്ട് അത് ഇപ്പം എന്താ പറയുക, ഓൾറെഡി പ്രോഫിറ്റിലുള്ള ആൾക്കാർ എടുത്ത് മാറുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള കാര്യം. ഓക്കെ, കാരണം ഒരു വോളറ്റാലിറ്റിക്ക് നല്ല ചാൻസസ് ഉണ്ട്. അത് മാത്രമല്ല, എന്താ പറയുക, നമ്മുടെ യൂറോപ്പ് ക്ലോസ് ആയതിനു ശേഷം UK ടൈമിംഗ് 3 മണി, ഇന്ത്യൻ ടൈമിംഗ് 8:30 മണിക്ക് ശേഷം ഉണ്ടാവുന്ന ക്യാൻഡിൽസ് എന്ന് US മാത്രമുള്ളൊരു സമയമായിരിക്കും അത്. ഓക്കെ, അങ്ങനെ US മാത്രമുള്ളൊരു സമയത്ത് ലെബണനും ഇസ്രയേലും തമ്മിലുള്ള ആ ഒരു സീസ് ഫയർ ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വീണ്ടും ഒരു പീസ് ടോക്ക് അല്ലെങ്കിൽ ഒരു സീസ് ഫയർ വരും എന്നുള്ളൊരു ന്യൂസും വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു സ്പീച്ചും ഉണ്ട്. ഓക്കെ, സോ അതുകൊണ്ടിട്ട് മാർക്കറ്റിനെ എങ്ങനെയാണ് അതിനെ അഫക്റ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് അറിയാത്തത് കൊണ്ടിട്ട് ഓൾറെഡി പ്രോഫിറ്റ് ആയിട്ടുള്ള ആൾക്കാർ ഗോൾഡിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ് എനിക്ക് ആദ്യമേ പറയാനുള്ള കാര്യം. ഓക്കെ, സോ നമുക്ക് വെനസ്ഡേയിൽ നാളെ നോക്കുകയാണെങ്കിൽ നാളെ നമുക്കൊരു ഫണ്ടമെൻ്റൽ ഡേ ആണ്. നാളെ ഒരുപാട് ന്യൂസുകൾ വരുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് രാവിലെ UK ടൈമിംഗ് 9 മണിക്ക് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഗവർണർ ബെയ്ലിയുടെ സ്പീച്ച് ഉണ്ട്. ഓക്കെ, സോ അതേപോലെ തന്നെ ADP നോൺ ഫാം എംപ്ലോയ്മെൻറ്റ് ചേഞ്ച് ഉണ്ട് 1:15. ECB പ്രസിഡന്റ് ലഗാർഡിൻ്റെ സ്പീച്ച് ഉണ്ട്. ഓക്കെ, ISM നോൺ മാനുഫാക്ചറിങ് PMI ഉണ്ട് UK ടൈമിംഗ് 3 മണിക്ക്, അതായത് ഇന്ത്യൻ ടൈമിംഗ് 8:30 മണിക്ക്. ഓക്കെ, സോ എന്താ പറയുക, ഫെഡ് ചെയർ പവലിൻ്റെ സ്പീച്ച് ഉണ്ട്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അത് 6:40 UK ടൈമിംഗ് 6:40, ഇന്ത്യൻ ടൈമിംഗ് ഏകദേശം ഒരു 12 മണിക്കൊക്കെ അടുത്തായിരിക്കും ഈ പറയുന്ന ന്യൂസ്, ഫെഡ് ചെയർ പവലിൻ്റെ സ്പീച്ച്. അപ്പോൾ ഈ ഫെഡ് ചെയർ പവലിൻ്റെ സ്പീച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഡൊണാൾഡ് ട്രംപിൻ്റെ കാഴ്ചപ്പാടും പവലിൻ്റെ കാഴ്ചപ്പാടും രണ്ടാണ്. ഓക്കെ, സോ ഡൊണാൾഡ് ട്രംപ് പറയുന്ന കാര്യങ്ങളും പ്രോപ്പറായിട്ട് പവല് അതേപോലെ അനുസരിക്കുന്ന ആളുമല്ല. ഓക്കെ, അതുകൊണ്ടിട്ട് അത് മാത്രമല്ല, പവലിൻ്റെ പൊസിഷൻ ഒരിക്കലും ഡൊണാൾഡ് ട്രംപിന് അതിനെ ഫെഡ് ചെയറിൻ്റെ എന്താ പറയുക, ആ ഒരു പൊസിഷൻ മാറ്റാൻ വേറൊരാൾക്ക് അത് കൊടുക്കാനുള്ള അധികാരവും ഡൊണാൾഡ് ട്രംപിനില്ല. ഓക്കെ, അതുകൊണ്ടിട്ട് അവർ വ്യത്യസ്തമായ ധ്രുവങ്ങളിൽ നിൽക്കുന്ന ആൾക്കാരായതുകൊണ്ടിട്ട് അവിടുന്ന് വരുന്ന സ്പീച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അത് ആ ഒരു സമയം നമ്മൾ മാർക്കറ്റിൽ നിന്ന് കംപ്ലീറ്റ്ലി മാറി നിൽക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഇതാണ് നമുക്ക് നാളെ വരാനായിട്ടുള്ള ന്യൂസുകൾ. ഓക്കെ, ഉറപ്പായിട്ടും വെള്ളിയാഴ്ച നമുക്ക് നോൺ ഫാം പേറോളും ഉണ്ട് എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, സോ നേരെ നമ്മൾ ടെക്നിക്കൽ സൈഡിലോട്ട് വരുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് JPYയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ USD JPYയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് ഓൾമോസ്റ്റ് 147.176 ആ ഒരു റേഞ്ചിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഓക്കെ, സോ നേരത്തെ, അതായത് ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 150 താഴെയായിട്ട് നമുക്ക് സെല്ലെടുത്ത് സ്റ്റാർട്ട് ചെയ്യാം, 150.60 മുകളിലായിട്ട് നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കണമെന്ന്. അത് മാർക്കറ്റ് ഇന്ന് മാക്സിമം പോയിട്ടുള്ളത് 150.23 ആ ഒരു ലെവലിലാണ് മാർക്കറ്റ് മാക്സിമം പോയിട്ടുള്ളത്. അപ്പോൾ ഉറപ്പായിട്ട് സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടില്ല. അതിനകത്ത് സെല്ലെടുത്തുള്ള 150 സെല്ലെടുത്തുള്ള ആൾക്കാർ ഓൾമോസ്റ്റ് ഒരു 90 പിപ്പോളം പ്രോഫിറ്റിലുമാണ്. ഓക്കെ, ന്യൂസിന് മുന്നേ ആയിട്ട് പ്രോഫിറ്റ് എടുത്ത് മാറുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം 3 മണിക്ക് മാർക്കറ്റ് എങ്ങോട്ട് പോകുന്ന ഒരു പിടിയും ഇല്ലാത്തൊരു കാര്യമാണ്. ഓക്കെ, സോ നാളത്തെ നമുക്ക് ഓപ്പർച്യൂണിറ്റി ബെറ്റർ, നമുക്ക് നാളത്തേക്ക് ഇത് ഇന്ന് ക്ലോസ് ചെയ്തിട്ട് നാളെ 7:30 മണിക്ക്, ഇന്ത്യൻ ടൈമിംഗ് 7:30 മണിക്കും ഇന്ന് ക്ലോസ് ആവുന്നത് 150 താഴെയാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് അവിടുന്ന് വീണ്ടും ഒരു സെല്ല് ചെയ്യാം. 150 ഇനിയും കിട്ടുകയാണെങ്കിൽ നമുക്ക് അവിടുന്ന് സെല്ല് ചെയ്യാം. ബൈ ഞാൻ താൽക്കാലികമായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. 152 മുകളിലായിട്ട് 2 മാർക്കറ്റ് ടൈമിങ്ങിൽ എപ്പോഴെങ്കിലും പോയാൽ മാത്രമേ നമുക്ക് ഇനിയുള്ളൊരു ബൈ ഓപ്പർച്യൂണിറ്റി ഉള്ളൂ. അതുവരെ 150 ഇപ്പോൾ
ഓക്കെ നമുക്ക് റിസ്ക് എടുക്കാം, അല്ലെങ്കിൽ ഇപ്പം എന്താ പറയുക ലോങ്ങർ ടേമിൽ നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യണം എന്നുള്ള ആൾക്കാർക്ക് ഉറപ്പായിട്ട് ഹോൾഡ് ചെയ്യാം. 146 വരെ JPY പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഫസ്റ്റ് ലെവൽ 148 റെസിസ്റ്റ് ചെയ്യും, ഓക്കെ, ഐ മീൻ സപ്പോർട്ട് ചെയ്യും. അതിനുശേഷം 146 വരെ പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതിലും ഫർദർ താഴോട്ട് പോയാൽ 142 140 ലെവലിലോട്ട് പോവാം JPYയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ. ഓക്കെ, സോ നമുക്ക് നാളെ രാവിലെ ഒരു തീരുമാനം എടുക്കുന്നതായിരിക്കും ബെറ്റർ. 150 അടുത്ത് കിട്ടുകയാണെങ്കിൽ വീണ്ടും നമുക്ക് അവിടുന്ന് സെല്ല് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം JPY. ഓക്കെ, സോ നമ്മൾ യൂറോയിലോട്ട് നോക്കുകയാണെങ്കിൽ യൂറോ ഒരു കാരണവശാലും യൂറോ താൽക്കാലികമായിട്ട് നമുക്കൊരു ബൈ സൈഡിലോട്ട് നിൽക്കാൻ നല്ലത്. ഒരു കാരണവശാലും നമ്മൾ യൂറോ ഒരു ലോങ്ങർ ടേമിൽ നമ്മൾ ബൈ സൈഡിൽ നിൽക്കരുത് എന്നുള്ളതാണ്. കാരണം യൂറോപ്പിലുള്ള ഒരുപാട് രാജ്യങ്ങളിലെ അൺസർട്ടനിറ്റി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ജർമ്മനിയുടെ കാര്യം പറയുകയാണെങ്കിൽ ജർമ്മനിയിൽ ഇലക്ഷൻ നടക്കാൻ പോകും, റീ ഇലക്ഷൻ നടക്കാൻ പോവാണ്. ഫെബ്രുവരി വരെ നമുക്ക് യൂറോ ഒരു ലോങ്ങർ ടേമിൽ ബൈ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഓക്കെ, സോ അത് മാത്രമല്ല റഷ്യ ഉക്രൈൻ വാർ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കൊണ്ടിട്ട് യൂറോ എന്ന് പറയുന്ന കറൻസി ഓക്കെ 1.0500 കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ബൈ ചെയ്യാം. ഓക്കെ, കഴിഞ്ഞ വട്ടം ലോ പോയ എത്രയാണ് ഈ ഒരു പോയിന്റ് 1.0460 താഴെയായിട്ട് നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇടണം എന്നുള്ളത് മാത്രമാണ്. ഉറപ്പായിട്ട് നമുക്ക് നല്ലൊരു ബൈ പോയിന്റ് ആണത്. ഓക്കെ, സോ നമുക്കത് ഒരു 1.0580 ആ ഒരു ലെവൽ വരെ നമുക്ക് ടേക്ക് പ്രോഫിറ്റ് ഒക്കെ വെക്കാൻ പറ്റും എന്നുള്ളതാണ്. ഒരു 1:2 റേഞ്ചിൽ നമുക്ക് ടേക്ക് പ്രോഫിറ്റും വെക്കാൻ പറ്റും യൂറോയിൽ എന്നുള്ളതാണ് അതിനകത്തുള്ളൊരു അഡ്വാൻറ്റേജ്. ഓക്കെ, സോ നമുക്ക് നേരെ GBPയിലോട്ട് പോകും. GBPയും ഓൾമോസ്റ്റ്, അതായത് GBPയുടെ 1.2700 ക്രോസ് ചെയ്ത് മുകളിലോട്ട് പോയിട്ടുണ്ടായിരുന്നെങ്കിലും പക്ഷേ ഇന്നലെ ഒരു ക്യാൻഡിൽ താഴോട്ട് പോയി ഇപ്പോൾ 1.26 താഴെയായിട്ട് മാർക്കറ്റ് വന്നു. ഇന്ന് ഒരൊറ്റ ക്യാൻഡിൽ പോലും 1.2700 മുകളിലായിട്ട് കടന്നിട്ടുമില്ല. ഓക്കെ, സോ നമുക്ക് എന്താ പറയുക GBPയിൽ ഒരു ചെറിയൊരു അൺസർട്ടനിറ്റി നടക്കുന്നത് എന്താ വെച്ചാൽ നമ്മുടെ എലോൺ മസ്കിൻ്റെ ഒരു സ്പീച്ചായിരുന്നു ഇതിനകത്തൊരു GBP ഒരു ഡൗൺഫോളിനുള്ളൊരു വൺ ഓഫ് ദ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ അതുകൊണ്ടിട്ട് നമുക്ക് 1.2600 ഇന്ന് നമുക്ക് ക്ലോസിങ്ങിൽ 1.2600 താഴെ പോയില്ല. നാളെ രാവിലെ നമുക്ക് 1.2600 അടുത്ത് കിട്ടി 7:30 മണിക്ക് ഇന്ത്യൻ ടൈമിന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് 1.2600 ഇന്ന് ചെറിയ ഒരു ക്വാണ്ടിറ്റി, ഒരു 1 ലോട്ട് കച്ചവടം ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു 0.3 ലോട്ടോ 0.5 ലോട്ടോ നമുക്ക് എടുത്ത് ബൈ ചെയ്യാമെന്നുള്ളതാണ്. ഉറപ്പായിട്ടും ബെറ്റർ ബൈ പോയിന്റ് 1.2500 ആണ്. അത് കിട്ടാനായിട്ടുള്ള ചാൻസസ് വളരെ കുറവാണ്. പക്ഷെ അവിടെ കിട്ടിയാൽ നമുക്ക് നല്ല ലോട്ട് എടുത്ത് നമുക്ക് അതിനകത്ത് നല്ല പ്രോഫിറ്റ് എടുക്കാം എന്നുള്ളതാണ്. ഓക്കെ, സോ എങ്ങനെ പോയാലും നമുക്ക് മിനിമം ഒരു 40 to 60 പിപ്സ് എങ്കിലും നമുക്ക് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടേ നമ്മൾ എന്താ പറയുക നമ്മുടെ ഇതിൽ ട്രേഡ് ചെയ്യാൻ പാടുള്ളൂ, GBPയിൽ ട്രേഡ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, നമ്മുടെ ഓൾ ടൈം ഫേവറേറ്റ് ഗോൾഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ഗോൾഡ് ഇപ്പോഴാണ് ഒന്ന് അനങ്ങിയത്. 2650 മാർക്കറ്റ് ഇതാ ഈ ഒരു ക്യാൻഡിൽ US ഓപ്പണായ ഈ ഒരു ക്യാൻഡിൽ 2650 വരെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, സോ ഇന്ന് നമുക്ക് ഓൾമോസ്റ്റ് ഒരു ഇന്ത്യൻ ടൈം ഓക്കെ 7:30 മണിക്ക് നമുക്ക് 2634 നിന്നൊരു ബൈ ഇട്ടുണ്ടായിരുന്നു. ബൈ ഇട്ടിട്ടുള്ള ആൾക്കാരൊക്കെ ഇപ്പം $15 പ്രോഫിറ്റിലാണ്, 150 പിപ്പോളം പ്രോഫിറ്റിലാണ്. പ്രോഫിറ്റ് എടുത്ത് മാറുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. ഓക്കെ, ഇനിയും നമുക്ക് നമ്മൾ മാർക്കറ്റിൻ്റെ ദിശ മനസ്സിലാവുന്നത് 3 മണിക്ക് ശേഷമായിരിക്കും. എപ്പോഴാണ് യൂറോപ്പ് ക്ലോസായി US മാത്രം ഓപ്പണായി പോകുന്ന ആ ഒരു സമയത്തായിരിക്കും നമുക്ക് മാർക്കറ്റിനെ പറ്റിയിട്ടുള്ളൊരു ഈ ആഴ്ചത്തെ ട്രെൻഡ് ഏതാണെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, കാരണം ഇന്ന് ജോബ് ഡേറ്റ വരികയാണ്. ഭയങ്കര ഡിഫറൻസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഭ്രാന്തമായി മാർക്കറ്റ് ഓടും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അതുകൊണ്ടിട്ട് മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുക. നാളെ രാവിലെ 2630 അടുത്ത് നമുക്ക് കിട്ടുകയാണെങ്കിൽ 2622 താഴെയായിട്ട് ഒരു $2-3 താഴെയായിട്ട് നമുക്ക് ധൈര്യമായിട്ട് ബൈ ചെയ്ത് പോവാം എന്നുള്ളതാണ്. ഓക്കെ, നേരെ മറിച്ച് 2660 മുകളിലാണെങ്കിലും നമുക്ക് അവിടുന്ന് ബൈ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ്. ഇന്ന് രാത്രി ക്ലോസ് ആവുന്നത് ഓക്കെ US ക്ലോസ് ആവുന്നത് 2660 മുകളിലും. ഓക്കെ, ഇന്ന്
നാളെ രാവിലെ 7:30 ഇന്ത്യൻ ടൈം 7:30 2660-ൻ്റെയും മുകളിലാണെങ്കിൽ നമുക്ക് 2652 താഴെയായിട്ട് നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇട്ടുകൊണ്ട് 52 താഴെ എന്ന് വെച്ചാൽ ഈവൻ 48 വരെ വേണമെങ്കിലും സ്റ്റോപ്പ് ലോസ് ഇട്ടുകൊണ്ട് നമുക്ക് ഒരു ട്രേഡ് എടുക്കാവുന്നതാണ്. ഓക്കെ, ടേക്ക് പ്രോഫിറ്റ് നമുക്ക് 2675-ൻ്റെ മുകളിലായിട്ട് നമുക്ക് ടേക്ക് പ്രോഫിറ്റ് വെക്കേണ്ടി വരും. ഓക്കെ, കാരണം 2680 ബ്രേക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി, ഐ മീൻ അവിടെ നല്ലൊരു രീതിയിലുള്ള റെസിസ്റ്റൻസ് ഉണ്ടാവും. ബ്രേക്ക് ചെയ്ത് മുകളിൽ പോയാൽ ഉറപ്പായിട്ട് 2730 വരെ ഒരു മൂവ്മെൻറ്റ് നമുക്ക് ഈസി ആയിട്ട് കിട്ടും എന്നുള്ളതാണ് 2660 ബൈ ചെയ്താലുള്ള ഒരു 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 പോസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ ഉറപ്പായിട്ടും 2630 കിട്ടുകയാണെങ്കിൽ നമുക്ക് ബൈ ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. നേരെ മറിച്ച് 2630-ൻ്റെ താഴെയാണ് ഇന്ന് ക്ലോസ് ചെയ്യുന്നത്. 2630-ന് താഴെയായിട്ട് നാളെ രാവിലെ 7:30 നമുക്ക് ഇന്ത്യൻ ടൈം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവിടുന്ന് നമുക്ക് സെല്ല് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. 2638-ൻ്റെ മുകളിലായിട്ട് നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇടണം എന്നുള്ളതാണ് അതിനകത്തുള്ളൊരു കാര്യം. അപ്പോൾ ഇതാണ് എനിക്ക് ഇന്നത്തെ ദിവസം മാർക്കറ്റ് ഡിസ്കഷനകത്ത് പറയാനായിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ട്രേഡ് എടുക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സ്റ്റോപ്പ് ലോസ് ഇട്ട് തന്നെ ചെയ്യണം. റിസ്ക് മാനേജ് ചെയ്യുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യുക, നിങ്ങളുടെ ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യുക. ഇത് നമ്മൾ ട്രേഡ് ചെയ്യുന്നത് പൈസ കളയാനല്ല, പൈസ ഉണ്ടാക്കാനായിട്ടാണ്. അപ്പം ട്രേഡ് ചെയ്യുമ്പോൾ സേഫായിട്ട് നിങ്ങളുടെ ക്യാപിറ്റൽ എത്രയാണോ അതിനനുസരിച്ചിട്ടുള്ള ചെറിയ ലോട്ട് എടുത്ത് എന്താ പറയുക, സ്റ്റോപ്പ് ലോസ് ഇട്ട് പ്രോപ്പറായിട്ട് ചെയ്യുക. ഉറപ്പായിട്ടും നമുക്ക് ഇതിനകത്ത് നിന്നൊരു സക്സസ്ഫുൾ ട്രേഡർ ആവാൻ പറ്റും. ഓക്കെ ഗായ്സ്, അപ്പം മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമുക്ക് നാളെ കാണാം. നാളെ നമുക്ക് ഫർദർ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ ഗായ്സ്, ബൈ.